ഹായ് എവരിവൺ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് മോഡ്യൂളുള്ള റൂട്ട് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയയും അതിന് കൂടാതെ സ്റ്റഡി സ്റ്റേറ്റ് എററും ഒക്കെ കണ്ടുപിടിക്കാനാണ് പഠിച്ചത്. ഇനി സെക്കൻഡ് മോഡ്യൂളിലുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് റെസ്പോൺസ് ഓഫ് ഫസ്റ്റ് ഓർഡർ ആൻഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം ഫോർ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ആൻഡ് റാമ്പ് ഇൻപുട്ട്. രണ്ട് എളുപ്പമുള്ള ഡെറിവേഷനാണ്. ഫസ്റ്റ് ഓർഡറാണ് ശരിക്കും എളുപ്പം. സെക്കൻഡ് ഓർഡറിൽ ചെറിയൊരു കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് വലിയ രീതിയിലല്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഡെറിവേഷൻ എളുപ്പമാണ്. അപ്പോൾ രണ്ടും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ബേസിക് ഇക്വേഷൻസ് നമ്മൾ കാണാതെ അറിഞ്ഞിരിക്കണം. ആ ബേസിക് ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ആദ്യമേ റെസ്പോൺസ് ഓഫ് ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ഫോർ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൽ പോകുന്ന മുന്നേ ഓർഡറും ടൈപ്പും ഈ ഒരു സെക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ആദ്യമേ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കേണ്ട രണ്ട് കാര്യം എന്ന് വെച്ചാൽ ഓർഡറും ടൈപ്പും എന്താണെന്നാണ്. ഓക്കെ, എന്താണ് ഓർഡറും ടൈപ്പും? നമ്മൾ കഴിഞ്ഞ നിങ്ങളുടെ സിഗ്നൽസിലൊക്കെ ഒരു പക്ഷേ പഠിച്ചു കാണണം. ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഡിനോമിനേറ്റർ പോളിനോമിയലിൻ്റെ ഹയസ്റ്റ് പവറിനെയാണ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടൈപ്പ് എന്ന് പറയുന്ന ഇത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നതാണ്. ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ടേം ഉണ്ടെങ്കിൽ ആ ഡിനോമിനേറ്റർ കിടക്കുന്ന എസിൻ്റെ വാല്യൂ ഉണ്ട്. ഫോർ എക്സാമ്പിൾ 1/s ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 10 എന്ന് വെച്ചോളൂ. ഓക്കെ, അവിടെ എസ് മാത്രമല്ല പ്രത്യേകിച്ച് കിടക്കുന്ന ആ എസിൻ്റെ പവർ എന്താണോ അതിനെയാണ് ടൈപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 1/s ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 10 എന്ന് പറയുമ്പോൾ അവിടെ എസിൻ്റെ മുകളിൽ s⁻1 ആണ് അല്ലേ. സോ 1 ഈസ് ദി ടൈപ്പ്. ഫോർ എക്സാമ്പിൾ 1/s² എന്നാണെങ്കിൽ 2 ആയിരിക്കും ടൈപ്പ്. ഓർഡർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഈ 1/s ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 10 ആണെങ്കിൽ ഇതെല്ലാം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എസിൻ്റെ ഹയസ്റ്റ് പവർ നോക്കണം. അതാണ് ഓർഡർ എന്ന് പറയുന്നത്. സോ ഓർഡറും ടൈപ്പും നമുക്ക് എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, നിങ്ങളതിൻ്റെ ഡെഫിനേഷൻ കൃത്യമായിട്ട് പഠിക്കുക. എക്സാമിന് 3 മാർക്സിന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ഹൗ ടു ഫൈൻഡ് ദ റെസ്പോൺസ് ഓഫ് ഫസ്റ്റ് ഓർഡർ സിസ്റ്റം. ഓക്കെ, ഇവിടെ ഇൻപുട്ട് എടുത്തേക്കുന്ന യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ടാണ്. സോ ബേസിക്കലി ഇൻപുട്ട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയണം. സോ സിഗ്നൽസിൽ നിങ്ങൾ പഠിച്ച് കാണണം. ഇൻപുട്ട്സ് നമുക്ക് ഒരു 3 സ്റ്റാൻഡേർഡ് ഇൻപുട്ടുണ്ട്. സ്റ്റെപ്പ് ഇൻപുട്ട്, റാമ്പ് ഇൻപുട്ട് ആൻഡ് പാരബോളിക് ഇൻപുട്ട്. സോ ഇൻപുട്ട് സിഗ്നലിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ആ വാല്യൂ കൂടി ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, സോ ജസ്റ്റ് തിയറി പഠിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി പോകാട്ടോ. സോ ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ആണെങ്കിൽ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം സിഗ്നൽ എന്ന് പറയുന്നത് R(s) എന്ന് പറയുന്നത് 1/s ആണ്. സോ റാമ്പ് ആകുമ്പോൾ 1/s² ആൻഡ് യൂണിറ്റ് പാരബോളിക് ആണെങ്കിൽ 1/s³ ആൻഡ് ഇമ്പൾസ് ആണെങ്കിൽ 1. സോ നമുക്ക് ഈ ഡെറിവേഷൻ ആവശ്യമുള്ളത് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ടും ഇമ്പൾസ് ഇൻപുട്ടുമാണ്. സോ R(s) യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ആണെങ്കിൽ 1/s-ഉം ഇമ്പൾസ് ആണെങ്കിൽ 1-ഉം ആണ്. സോ ഈ ഒരു ചാർട്ട് ഒന്ന് നോക്കി വെക്കുക. ജസ്റ്റ് ഈ ഡിഫറെൻറ്റ് ടെസ്റ്റ് സിഗ്നൽസ് ഏതൊക്കെയാണ്, സ്റ്റാൻഡേർഡ് ടെസ്റ്റ് സിഗ്നൽസ് ഏതൊക്കെയാണ് എന്ന് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, വേണമെങ്കിൽ തിയറി ചോദിക്കാം. സോ ബാക്ക് ടു അവർ ഡെറിവേഷൻ. സോ റെസ്പോൺസ് ഓഫ് ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ഫോർ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട്സ്. ആദ്യമേ നമ്മളൊരു ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ഓർഡർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുക്കുകയാണ്. സോ സ്റ്റാൻഡേർഡ് form of a closed loop transfer function of first order system is C(s) by R(s) equal to 1/1 plus st. ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. ഫസ്റ്റ് ഓർഡർ ആവാൻ കാരണം എന്താണ്? ഡിനോമിനേറ്ററിൽ കിടക്കുന്ന എസിൻ്റെ ഹയസ്റ്റ് പവർ എന്താ ഉള്ളത്? 1 ആണ് അല്ലേ. സോ ഇറ്റ്സ് എ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം. സോ C(s) by R(s) equal to 1/1 plus st എന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ വേണ്ടത് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ റെസ്പോൺസ് മീൻസ് ഔട്ട്പുട്ടാണ്. സോ ഇവിടെ റെസ്പോൺസ് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ആയതുകൊണ്ട് 1/s സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യമേ C(s) by R(s) എന്താണെന്ന് നമുക്ക് കാണാതെ അറിഞ്ഞിരിക്കണം. ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം. C(s) by R(s) equal to 1/1 plus st അല്ലെങ്കിൽ 1 plus ts. ഇനി ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൽ ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ടാണ് നമ്മൾ
അപ്ലൈ ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ആകുമ്പോൾ ആർ ഓഫ് എസ് എന്ന് പറയുന്നത് 1/s ആണ്. സോ ഈ ആർ ഓഫ് എസ് ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് അതാ ചെയ്യാൻ പോകുന്നത്. സോ ആർ ഓഫ് എസ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് ഈക്വൽ 1/1 പ്ലസ് ടി എസ്. ആർ ഓഫ് എസ് 1/s ആണ്. സോ സി ഓഫ് എസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് റെസ്പോൺസ് എന്ന് പറയുന്നത്. സോ സി ഓഫ് എസ് ആണ് നമ്മുടെ റെസ്പോൺസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ സി ഓഫ് എസ് ഈക്വൽ ടു ആർ ഓഫ് എസ് ഇൻറ്റു 1/1 പ്ലസ് ടി എസ് എന്ന് എഴുതാം അല്ലേ. ഇനി ഇവിടെ ഈ ആർ ഓഫ് എസിന് 1/s സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/s സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/t/s ഇൻറ്റു s പ്ലസ് 1/t. സോ നമുക്കിനി എന്ത് ചെയ്യണം? ഇത് നമുക്ക് സോൾവ് ചെയ്യണം. സോ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ പണ്ട് മാത്സ് പഠിച്ചത് ഓർക്കുക. ഓക്കെ, ഒരുപാട് വലിയ മാത്തമാറ്റിക്കൽ സൊല്യൂഷൻസ് ഒന്നും നമുക്ക് വേണ്ട. ആ ചെറിയ മാത്സ് പഠിച്ച് ഓർക്കുമ്പോഴത്തേക്കും പാർഷ്യൽ ഫ്രാക്ഷൻ വഴി മാത്രമേ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ സി ഓഫ് എസ് ഈക്വൽ ടു 1/t/s ഇൻറ്റു s പ്ലസ് 1/t എന്ന് കിട്ടി. സോ പാർഷ്യൽ ഫ്രാക്ഷൻ വഴി എങ്ങനെ എഴുതാം? ഇത് 2 ടേം ആയതുകൊണ്ട് a/s പ്ലസ് b/s പ്ലസ് 1/t എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, എയുടെ ബിയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പം a/s ഈക്വൽ ടു ഈ ഒരു ടേമാണ് എടുക്കുകയാണെങ്കിൽ a ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ദിസ് ടേം, ഈ ടേം വിത്ത് റെസ്പെക്ട് ടു s ഈക്വൽ ടു 0. ഓക്കെ, എസിന് 0 വേണം. അപ്പം എയുടെ വാല്യൂ 1 കിട്ടി. നെക്സ്റ്റ് ബിയുടെ ടേം കിട്ടണം. സോ ബി എന്ന് വെച്ചാൽ ഇതാണല്ലേ. സോ ഈ 2 ടേം. സോ ബി ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം നമുക്ക്? ബി ഈക്വൽ ടു ദിസ് ടേം ഇൻറ്റു എന്താണ് ഈ ഡിനോമിനേറ്റർ കിടക്കുന്നത്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. സോ എസിൻ്റെ വാല്യൂ എങ്ങനെ കൊടുക്കാം? ബിയുടെ ഡിനോമിനേറ്റർ കിടക്കുന്ന s പ്ലസ് 1/t ആയതുകൊണ്ട് s ഈക്വൽ ടു -1/t എന്ന് കൊടുക്കാം. ഓക്കെ, സോ s ഈക്വൽ ടു -1/t എന്ന് കൊടുക്കുമ്പോൾ ബിയുടെ വാല്യൂ -1. സോ ബാക്ക് ടു ഈ നോർമൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സി ഓഫ് എസ് ഈക്വൽ ടു 1/s മൈനസ് 1/s പ്ലസ് 1/t എന്ന് കിട്ടി. സോ ഇപ്പോൾ നമുക്ക് എസ് ഡൊമൈനിലാണ് കിടക്കുന്നതല്ലേ. നമുക്കിനി എന്താ വേണ്ടത്? ഔട്ട്പുട്ട് റെസ്പോൺസ് കണ്ടുപിടിക്കാൻ. സോ സി ഓഫ് ടിയിലോട്ട് കൊണ്ടുപോകണം. സി ഓഫ് ടിയിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇൻവേഴ്സ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എടുക്കേണ്ടത്. അപ്പം ഇൻവേഴ്സ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ ഒരുപാട് ഇക്വേഷൻസ് കാണാതെ പഠിക്കേണ്ട, പക്ഷെ ചില സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. സോ ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കാൻ പോവുകയാണ്. സോ സി ഓഫ് എസിനെ ഇൻവേഴ്സ് ചെയ്യുമ്പോൾ സി ഓഫ് ടി എന്നായി. ഇനി എൽ ഇൻവേഴ്സ് 1/s എന്ന് വെച്ചാൽ 1 ആണ്. ലാപ്ലേസ് ഓഫ് 1 ഈസ് 1/s. സോ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s ഈസ് എന്താണ്? 1 ആണ്. ഇനി 1/s പ്ലസ് 1/tയുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം നോക്കണം. ഓക്കെ, സോ നമുക്കറിയാം e⁻⁻at എന്ന് പറയുന്നത് 1/1 പ്ലസ്, നമുക്കറിയാം e⁻⁻at എന്ന് പറയുന്നത് 1/s പ്ലസ് a ആണ്. സോ ഇതാണ് എൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. e⁻⁻atയുടെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കിടക്കുന്നത്. സോ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/s പ്ലസ് 1/t ഈസ് എന്താണ്? e⁻⁻t/T. e⁻⁻atയുടെ ഫോമായി അല്ലേ. ഇവിടെ a എന്ന് പറയുന്നത് 1/t ആണ്. സോ എക്ക് പിന്നെ 1/t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ സ്മോൾ ടി ഓൾറെഡി ഉണ്ട്. സോ 1 - e⁻⁻t/T എന്നാണ് നമുക്ക് റെസ്പോൺസ് കിട്ടിയേക്കുന്നത്. ഓക്കെ, സോ ഇനി ഒന്നും കൂടെ ഞാനിത് പറഞ്ഞു തരാം ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. സോ ആദ്യമേ നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൻ്റെ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതി 1/1 പ്ലസ് st അല്ലെങ്കിൽ 1/1 പ്ലസ് ts. ഇനി എന്താ ചെയ്തത്? സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ റെസ്പോൺസാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ആർ ഓഫ് എസിൽ നമ്മൾ എന്ത് കൊടുത്തു? 1/s കൊടുത്തു. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ശേഷം പാർഷ്യൽ ഫ്രാക്ഷൻ വഴി നമ്മൾ എന്ത് ചെയ്യണു? സി ഓഫ് എസ് കണ്ടുപിടിച്ചു. ഓക്കെ, പാർഷ്യൽ ഫ്രാക്ഷൻ വഴി സി ഓഫ് എസ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്താ വേണ്ടത്? സി ഓഫ് ടി ആണ് വേണ്ടത്.
അപ്പോൾ സി ഓഫ് ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. സോ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 ആണ് 1/s. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻⁻at ആണ് 1/s+a. സോ ആ ഫോമാറ്റിലാണ് നമ്മൾ ഇത് കിടക്കുന്നത്. സോ നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൽ ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുത്തപ്പോൾ റെസ്പോൺസ് എങ്ങനെ കിട്ടി? 1 e⁻t/T എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റെസ്പോൺസിൻ്റെ ഈ ഒരു ഫിഗറും കൂടെ വരച്ചാൽ മാത്രമേ കംപ്ലീറ്റ് മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അത് സിമ്പിളാണ്. നമ്മൾ സ്മോൾ ടിയുടെ വാല്യൂ 0, 1t, 2t, 3t അങ്ങനെ ഇൻഫിനിറ്റി വരെ കൊടുക്കുക. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യുക. ആ പോയിൻറ്റ്സ് ഒന്ന് റഫ്ലി വരയ്ക്കുക. ഓക്കെ, സോ ഒരു ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ഫോർ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ഔട്ട്പുട്ട് 1 e⁻t/T ആണ്. അതിൻ്റെ ഒപ്പം ഈ ഒരു ഫിഗറും കൂടെ വരച്ച് വയ്ക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പ് ഇൻപുട്ടിന് പകരം ഇമ്പൾസ് ഇൻപുട്ട്. നമുക്ക് സിലബസിൽ സ്റ്റെപ്പ് ഇൻപുട്ടും ഇമ്പൾസ് ഇൻപുട്ടും മാത്രമേ ഉള്ളൂ. സോ ഇമ്പൾസ് ഇൻപുട്ട് ആണെങ്കിൽ എന്താ വ്യത്യാസം വരുന്നത്? ഈ R(=1) ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ റിലേറ്റഡ് ആയി ഇനി നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടത് ഈ സ്റ്റെപ്പ് ഇൻപുട്ടിന് പകരം ഇമ്പൾസ് ഇൻപുട്ടിലുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസാണ് ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൻ്റെ. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? R(1/s)ൻ്റെ പകരം 1 ആണ് കൊടുക്കേണ്ടത്. അതനുസരിച്ച് ഇവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ മാറ്റുക. അതുമാത്രമല്ല, നമ്മുടെ മോഡ്യൂൾ 2ൽ ഒരു എസ്സേക്ക് ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൻ്റെ ഡെറിവേഷൻ ചോദിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ പ്രോബ്ലം ചോദിക്കാം. പ്രോബ്ലം നോർമലി ചോദിക്കാൻ പോകുന്നത് ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ തരും. സോ ചിലപ്പോൾ ഇതേപോലെ ഒരു ഫിഗർ വരച്ചിട്ടായിരിക്കാം ട്രാൻസ്ഫർ ഫംഗ്ഷൻ തരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ക്ലോസ് ടു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇങ്ങനെയാണെന്ന് പറയും. സോ C(r)(s) എന്താണെന്ന് നോക്കുക. എൻ്റെ R(s)ൻ്റെ വാല്യൂ അവിടെ മെൻഷൻ ചെയ്തിരിക്കും, ഇൻപുട്ട് എന്താ കൊടുക്കേണ്ടതെന്ന്. സോ ആ R(s)ൻ്റെ വാല്യൂ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ശേഷം പാർഷ്യൽ ഫ്രാക്ഷൻ എടുക്കുക. ദെൻ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോഴത്തേക്കും എന്ത് കിട്ടും? നമുക്ക് ആൻസർ കിട്ടി. സിമ്പിളാണ്. ഈ ഒരു ഡെറിവേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോബ്ലവും ചെയ്തെടുക്കാം. സോ ഇമ്പൾസും കൂടെ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കണം. ഈ വീഡിയോ കഴിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്നാണ് നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത്. സോ സെക്കൻഡ് ഓർഡർ സിസ്റ്റം നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഇക്വേഷൻ മാറി. ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിന് 1/1+st ആണെങ്കിൽ സെക്കൻഡ് ഓർഡർ സിസ്റ്റം വന്നപ്പോൾ ഇക്വേഷൻ എന്താണ്? ωn²/s²+2ζωns+ωn². ωn എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, കാരണം എക്സാം ഒക്കെ അടുക്കാറ്. അപ്പോൾ എല്ലാവർക്കും അറിയാം അൺഡാംഡ് നാച്ചുറൽ ഫ്രീക്വൻസി ആണ്. സീറ്റ ഈസ് ദ ഡാമ്പിംഗ് റേഷ്യോ. ഈ ഡാമ്പിംഗ് റേഷ്യോ അനുസരിച്ച് 4 കേസസ് ആയിട്ടാണ് നമ്മൾ സെക്കൻഡ് ഓർഡറിനെ ക്ലാസിഫൈ ചെയ്തേക്കുക. ഒന്ന് അൺഡാംഡ് സിസ്റ്റം, ദാറ്റ് ഈസ് സീറ്റ =0. അണ്ടർ ഡാംഡ് സിസ്റ്റം സീറ്റ <1, ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റം സീറ്റ =1 ആൻഡ് ഓവർ ഡാംഡ് സിസ്റ്റം സീറ്റ >1. ഇനി ഇതിൻ്റെ ഡെറിവേഷൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് സെക്കൻഡ് ഓർഡർ സിസ്റ്റവും വരുന്നത്. എളുപ്പമാണ്, ഒന്നുമില്ല. നിങ്ങൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ ഒരു സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് ചോദിച്ചേക്കണം അൺഡാംഡ് സിസ്റ്റം. സോ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എടുക്കുക. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ωn²/2ζωns+ωn² ആണ്. അൺഡാംഡ് സിസ്റ്റം ആണെങ്കിൽ ഈ സീറ്റ എന്ന് പറയുന്നത് 0 ആണ്. സോ അത് 0 ഇടുമ്പോൾ എന്തായി മാറി? ωn²+s²+ωn² ആയി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇൻപുട്ട് നമ്മൾ വാല്യൂ കൊടുക്കണം അല്ലേ? ഇവിടെ നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറയുന്നതുകൊണ്ട് R(s) = 1/s കൊടുത്തു. ഇമ്പൾസിൻ്റെയാണ് ചോദിക്കുന്നതെങ്കിൽ അതനുസരിച്ച് ഇൻപുട്ട് കൊടുക്കുക. R(s) = 1. ഓക്കെ, ഏത് ഇൻപുട്ട് റാമ്പ് ആയാലും പാരബോള ആയാലും ഏതായാലും ഇൻപുട്ട് മാത്രം മാറ്റി കൊടുക്കുക. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. ഫൈനലി C(s) വന്ന ശേഷം ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോഴത്തേക്കും എന്ത് കിട്ടി? ഇക്വേഷൻ കിട്ടി.
സോ ഈ രീതിയിലാണ് സോൾവ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ പാർഷ്യൽ ഫ്രാക്ഷൻ പോലെ തന്നെയാണ് ഇതും. നിങ്ങളുടെ പണ്ട് മാത്സിൽ പഠിച്ച ചെറിയൊരു പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഒരു കാര്യം മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇതുപോലെ തന്നെയാണ് അണ്ടർ ഡാംഡ് ആയാലും ഓവർ ഡാംഡ് ആയാലും ക്രിട്ടിക്കലി ഡാംഡ് ആയാലും ഒക്കെ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് ഈ ഒരു ഡെറിവേഷൻസ് ഒക്കെ സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൽ നോക്കുമ്പോഴത്തേക്കും എല്ലാ ഡെറിവേഷൻസും നോക്കി പോവുക. ഒന്നും കാണാതെ പഠിക്കരുത്. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ മാത്രം കാണാതെ പഠിക്കുക. ഇനി നമുക്ക് സെക്കൻഡ് മോഡ്യൂൾ ഒന്ന് നോക്കാം, സിലബസ്. സോ നമ്മുടെ സിലബസിൽ നമ്മൾ ആദ്യമേ റൂട്ട് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ നോക്കിയത് അല്ലേ. സോ പിന്നെ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എറർ അനാലിസിസ് നോക്കി. ഇപ്പോൾ നോക്കിയത് ഇമ്പൾസ് ആൻഡ് സ്റ്റെപ്പ് റെസ്പോൺസ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം. ഇനി തിയറി ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻസ്, റൈസ് ടൈം, പീക്ക് ഓവർ ഷൂട്ട് ഒക്കെ ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻസ്. അത് കൃത്യമായിട്ട് പഠിക്കുക, വിട്ടുകളയരുത്. അതിൻ്റെ ഡെറിവേഷനും ഉണ്ട്, ഡെറിവേഷൻ പഠിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ റൈസ് ടൈം, പീക്ക് ഓവർ ഷൂട്ട്, സെറ്റിലിംഗ് ടൈം ഒക്കെ കണ്ടുപിടിക്കേണ്ട പ്രോബ്ലം ഉണ്ട്, അതും പഠിക്കുക. സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് പഠിച്ച് വെക്കുകയാണെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, അടുത്ത തിയറി സെഷൻ എന്ന് പറയുന്നത് ഈ കോൺസെപ്റ്റ് ഓഫ് ബിബോ സ്റ്റെബിലിറ്റി, ബൗണ്ടഡ് ഇൻപുട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട്. ഇപ്പം ബൗണ്ടഡ് ഇൻപുട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കുക. സോ ഇത്രയൊക്കെ നോക്കിയാൽ മതിയായിരിക്കും മോഡ്യൂൾ 2 പാസ്സാവാൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങൾ തിയറി ഉൾപ്പെടെ ഈ ക്ലാസ് കഴിഞ്ഞുകൊണ്ട് നോക്കുക. നമ്മൾ സമയം നീട്ടി വെക്കുകയാണെങ്കിൽ തീരാൻ പാടായിരിക്കും. ഓക്കെ, നമ്മൾ എങ്ങനെ ടൈം മാനേജ്മെൻറ്റ് ചെയ്തുകൊണ്ട് പോവുക, അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് പെട്ടെന്ന് സിലബസ് തീരുന്നത്. ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം കൂടെ പറഞ്ഞു തരാം. അപ്പോഴത്തേക്ക് ആ ഒരു സെഷൻ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് കഴിയും. നെക്സ്റ്റ് നിങ്ങൾ അത് കഴിഞ്ഞ ശേഷം ഈ ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷനിലോട്ട് പോയാൽ മതി. നെക്സ്റ്റ് നമുക്ക് ഈ ഫസ്റ്റ് ഓർഡറിൻ്റെ സെക്കൻഡ് ഓർഡറിൻ്റെയും പ്രോബ്ലം കൂടെ നോക്കാം. പ്രോബ്ലം കൂടെ നോക്കുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ആ ഒരു സെഷൻ കവറപ്പ് ആവും. ഓക്കെ, എളുപ്പമാണ്. ഡിറൈവ് ചെയ്ത പോലെ തന്നെയാണ്. പ്രോബ്ലം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പാർഷ്യൽ ഫ്രാക്ഷൻ എടുത്ത് നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോഴത്തേക്ക് ആ പ്രോബ്ലം കംപ്ലീറ്റ് ആവും. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മൾ കഥകൾ ഒരുപാട് കാണും. കഥകൾ കാണുമ്പോഴത്തേക്കും പാടാണ് അല്ലെങ്കിൽ അറിയില്ല എന്ന് വിചാരിക്കരുത്. ഒരു റെസ്പോൺസ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ആദ്യമേ നോക്കേണ്ടത് അതിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഇല്ല എങ്കിൽ എങ്ങനെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാമെന്ന് നോക്കണം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ പൊസിഷണൽ കൺട്രോൾ സിസ്റ്റം വിത്ത് വെലോസിറ്റി ഫീഡ്ബാക്ക് ഇസ് ഷോൺ ഇൻ ദ ഫിഗർ. What is the response of the system for unit step input? യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് റെസ്പോൺസ് ആണ് ചോദിച്ചേക്കുന്നത്. സോ ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഒരു ബ്ലോക്ക് ഡയഗ്രാം തന്നേക്കുവാണ്. സോ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇങ്ങനെ ഒരു ബ്ലോക്ക് ഡയഗ്രാം തന്നേക്കുവാണെങ്കിൽ നമ്മൾ C/R ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, C/R എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണെങ്കിൽ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ? G/1 + G(H)። നമ്മൾ മോഡ്യൂൾ 1 പഠിക്കുന്നതാണ്. ഒരു ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ G/1 + G(H) ആണ്. ഇവിടെ G ടേം ഏതാണ്? ഇതാണ് G ടേം ആൻഡ് ദിസ് വൺ ഇസ് ദി H ടേം. സോ G H എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇക്വേഷനിൽ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. C/R ഈക്വൽ ടു G/1 + G(H) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ശേഷം ബ്രാക്കറ്റെല്ലാം ഓപ്പൺ ചെയ്തു. ഫൈനലി നമുക്ക് എന്ത് കിട്ടി? 100/s² + 12s + 100. ഓക്കെ, അപ്പം താഴെ ഡിനോമിനേറ്റർ നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു സെക്കൻഡ് ഓർഡർ സിസ്റ്റമാണ് അല്ലേ. ഹയസ്റ്റ് എസിൻ്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 2 ആണ്. സോ ഇറ്റ്സ് എ സെക്കൻഡ് ഓർഡർ സിസ്റ്റം. സെക്കൻഡ് ഓർഡർ സിസ്റ്റം ആയതുകൊണ്ട് നമുക്കറിയാം സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ്? Ωn² + 2ζ ωns + ωn². സോ രണ്ട് ഇക്വേഷൻ്റെ കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് ഒരു സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെയാണ് കിടക്കുന്നതെന്ന്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ സ്റ്റാൻഡേർഡ് ഫോമിൽ കിടക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഈസ് R(s) എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സ്റ്റെപ്പ് ഇൻപുട്ട് ആൻഡ് 1/s സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
1/s സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ എന്ത് സി ഓഫ് എസ് കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യും, നെക്സ്റ്റ് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുന്നു. a/s എന്നും പ്ലസ് എസ് സ്ക്വയർ ടേം വന്നതുകൊണ്ട് bs പ്ലസ് c/s സ്ക്വയർ പ്ലസ് 12s പ്ലസ് 100 എന്നും നമ്മൾ എഴുതി. നെക്സ്റ്റ് a b c കണ്ടുപിടിക്കണം. a ഈക്വൽ ടു നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചപ്പോൾ തന്നെ a കണ്ടുപിടിക്കുക. bs പ്ലസ് c എന്ന് ഒരുമിച്ചാണ് കിടക്കുന്നത്. സോ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇങ്ങനത്തെ കേസ് വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, ഡിനോമിനേറ്റർ നമ്മളൊന്ന് കമ്പയർ ചെയ്യണം. ഓക്കെ, സോ 100/s ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 12s പ്ലസ് 100 ആണ്. സോ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്ന് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ a ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 12s പ്ലസ് 100 പ്ലസ് bs പ്ലസ് c ഇൻറ്റു എസ് എന്ന് കിട്ടി. സോ 100 ഈസ് ഈക്വൽ ടു as സ്ക്വയർ പ്ലസ് 12as പ്ലസ് 100a പ്ലസ് bs സ്ക്വയർ പ്ലസ് cs നമുക്ക് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്, ഇനി കോയിഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. സോ ഇവിടെ എസ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്താ കിട്ടിയത്, സോ ഇവിടെ എസ് സ്ക്വയർ ടേം ഇല്ലാത്തതുകൊണ്ട് 0 ആണ്. 0 ഈക്വൽ ടു a പ്ലസ് ബി. നെക്സ്റ്റ് എസിൻ്റെ കോയിഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്തപ്പോൾ 0 ഈക്വൽ ടു 12a പ്ലസ് c എന്ന് കിട്ടി. സോ ഇക്വേഷൻസ് സോൾവ് ചെയ്യുക. ഇക്വേഷൻ സോൾവ് ചെയ്ത് എൻ്റെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കുക. ദെൻ ഫൈനലി എ ബി സി എന്ത് ചെയ്യണം, നമ്മുടെ മെയിൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മെയിൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടിയ വാല്യൂസാണ് ഇതെല്ലാം. ഓക്കെ, സോ നെക്സ്റ്റ് എന്ത് ചെയ്യണം, പാർഷ്യൽ ഫ്രാക്ഷൻ്റെ വാല്യൂ ചെയ്ത് സി ഓഫ് എസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സി ഓഫ് ടി കണ്ടുപിടിക്കണം. സി ഓഫ് ടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് വേണ്ടത്. സോ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെ ചെയ്യാം, 1/s ഇൻവേഴ്സ് ചെയ്യുമ്പോൾ 1 ആണ്. ഇത് നോക്കിയേ, ഏത് ഫോമിലാണ് കിടക്കുന്നത്, എസ് പ്ലസ് 6/s പ്ലസ് 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. സോ എസ് പ്ലസ് a/s പ്ലസ് a ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം e⁻−at cos bt. ഓക്കെ, സോ a എന്ന് പറയുന്നത് ഈ ടേമാണ്, b എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ടേമാണ്. സോ e⁻−at cos bt ആണ്. അതൊന്ന് കാണാൻ പഠിക്കുക. എസ് പ്ലസ് a/1 പ്ലസ് a ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നാണ് നമ്മുടെ ടേം കിടക്കുകയെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെയാണ്, ഇക്വേഷൻ e⁻−8 cos bt. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ -6/8 ഇൻറ്റു ഈ ഒരു ടേമാണ്. സോ ഈ ഒരു ടേം കിടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ b/s പ്ലസ് a ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സോ ഇതെന്തിന് ഇക്വലൻ്റ് ആണ്, e⁻−at sin bt. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസ് പഠിച്ച് വെക്കുക, നമുക്ക് എപ്പോഴും പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. സോ നമുക്ക് സി ഓഫ് ടി കിട്ടി, എളുപ്പമാണ് അല്ലേ. നമ്മുടെ ബേസിക്കലി എന്താ വേണ്ടത്, ഒരു ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഓർഡർ ആണോ സെക്കൻഡ് ഓർഡർ ആണോ നോക്കുക. ആർ ഓഫ് എസിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പാർഷ്യൽ ഫ്രാക്ഷൻ എടുക്കുക. ദെൻ ഇൻവേഴ്സ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക. സോ ബേസിക്കലി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം, ചെറിയ ലാപ്ലേസ് ട്രാൻസ്ഫോമും കൂടി അറിഞ്ഞിരിക്കണം. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒന്നും ഇല്ല. കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിച്ച് ഇത് സ്കിപ്പ് ചെയ്ത് കളയരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സെക്കൻഡ് മോഡ്യൂൾ ചോദിക്കാൻ പറ്റിയതാണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കിയിട്ട് ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ജി ഓഫ് എസ് തന്നിട്ടുണ്ട്. സോ ആൻഡ് ഓൾസോ ഇൻപുട്ട് സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറയുന്നുണ്ട്. ജി ഓഫ് എസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആക്കുന്നത് എങ്ങനെയാണ്, സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് ഈക്വൽ ടു ജി ഓഫ് എസ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് എച്ച് ഓഫ് എസ് ആണല്ലേ. സോ ഈ ഒരു ഫിഗർ നോക്കുവാണെങ്കിൽ എച്ച് ഓഫ് എസ് എന്ന് പറയുന്നത് ഫീഡ്ബാക്കാണ്. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എന്താണ്, യൂണിറ്റി ഫീഡ്ബാക്കാണ് കാണിച്ചേക്കുന്നത്. സോ എച്ച് ഓഫ് എസ് ഈക്വൽ ടു 1 എടുക്കുകയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെയായി മാറും, ജി ഓഫ് എസ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ്. സോ യൂണിറ്റി ഫീഡ്ബാക്ക് വരുന്ന കേസിലേക്ക് ജി ഓഫ് എസ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് എന്നാണ് എടുക്കുന്നത് കേട്ടോ. സോ നമ്മൾ സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസിൽ ഈ ഒരു ജി ഓഫ് എസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജി ഓഫ് എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആർ ഓഫ് എസിൻ്റെ ഇൻപുട്ട് സ്റ്റെപ്പ് ഇൻപുട്ട് ആയതുകൊണ്ട് ആർ ഓഫ് എസ് 1/s നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 1/s സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, നേരത്തെ ചെയ്ത പോലെ പാർഷ്യൽ ഫ്രാക്ഷൻ എടുക്കുക.
സോ ഇത് കുറച്ചുകൂടി സിമ്പിളായിട്ട് തോന്നി അല്ലേ. a/s+b/s+1+c/s+4 ABC ടേം കണ്ടുപിടിക്കുക. സോ ABC ടേം നമ്മൾ കണ്ടുപിടിച്ച ശേഷം എന്താ ചെയ്യുന്നത്? ഇത് മനസ്സിലായല്ലോ, കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. a ഈക്വൽ ടു ഈ മെയിൻ ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു s ഈക്വൽ ടു 0 കൊടുക്കുക. b ഈക്വൽ ടു ഈ മെയിൻ ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു s ഈക്വൽ ടു -1, കാരണം ഡിനോമിനേറ്റർ s+1 ഈക്വൽ ടു 0 എന്ന് എടുക്കാം. സോ s ഈക്വൽ ടു -1. സോ സിയും കണ്ടുപിടിക്കുക. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് c ഓഫ് s കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? ഇൻവേഴ്സ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താൽ മാത്രമേ എന്താവത്തുള്ളൂ, നമ്മുടെ ആൻസർ ആവത്തുള്ളൂ. സോ L ഇൻവേഴ്സ് ഓഫ് 1/s ഈസ് 1 ആണ്. -4/3 ഇൻറ്റു 1/s+1 എന്ന് പറയുന്നത് 1/s+a. L ഇൻവേഴ്സ് ഓഫ് 1/s+a കിട്ടണമെങ്കിൽ e⁻⁻at ആണ്. നെക്സ്റ്റ് 1/s+4ഉം സെയിം ഇക്വേഷൻ തന്നെയാണ്, e⁻⁻at. ഈ സ്റ്റാൻഡേർഡ് ഫോമിൽ ഇടുമ്പോൾ c ഓഫ് t കിട്ടും. സോ നമ്മൾ 2 പ്രോബ്ലം നോക്കി അല്ലേ. സോ രണ്ട് ടൈപ്പ് ഓഫ് ഡെറിവേഷൻ നോക്കി. ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൻ്റെ, സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ ഡെറിവേഷൻ നോക്കി. അതുപോലെ തന്നെ പ്രോബ്ലം വരികയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കി. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മോഡ്യൂൾ 2ൻ്റെ ഒരു സെഷൻ എന്തായാലും ഡെറിവേഷൻ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പ്രോബ്ലം ചോദിക്കാം. ഇനി നെക്സ്റ്റ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈം ഡൊമെയിൻ സ്പെസിഫിക്കേഷൻസ് ഏതൊക്കെയാണ് നിങ്ങൾ പഠിക്കണം. ഈ ടൈം ഡൊമെയിൻ സ്പെസിഫിക്കേഷൻ്റെ പ്രോബ്ലം ഉണ്ട്, ആ ഒരു പ്രോബ്ലം കൂടി ഞാൻ കാണിച്ചു തരാം നെക്സ്റ്റ് സെഷനിൽ. ഓക്കെ. സോ ഈ സെഷനിൽ പറഞ്ഞ റെസ്പോൺസ്, ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൻ്റെയും സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെയും റെസ്പോൺസും അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഡെറിവേഷൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കുക. അതുപോലെ തന്നെ ടൈപ്പും ഓർഡറും എന്താണ്, അതുകൂടാതെ ടൈം ഡൊമെയിൻ സ്പെസിഫിക്കേഷൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഡെറിവേഷനും, ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ കഴിയുമ്പോഴത്തേക്ക് നോക്കി വെക്കുക. അതിനുശേഷം അടുത്തൊരു സെഷനായിട്ട് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്ത് ഇടാം. കാരണം എക്സാമിങ് അടുത്തു. ടെൻഷൻ അടിക്കേണ്ട, വളരെ എളുപ്പമാണ് കൺട്രോൾ സിസ്റ്റം. സോ അടുത്തൊരു സെഷൻ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ.